चॉकलेटी डाल दिए थे आप ആ കുഴിക്ക് വീഴ്ത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വ്ളോഗാണ്. ഇതിന് മുമ്പത്തെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനും സിസ്റ്ററും കൂടെ ഇന്ന് മൈജി വരെ ഒന്ന് പോകണം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ പോയിട്ട് നോക്കാനുണ്ട്. പിന്നെ അവൾക്കൊരു ഫോൺ അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ ഈ പോക്ക്. ആർക്കെടുക്കും എന്നുള്ളതൊക്കെ വഴിയേ കാണാമല്ലേ. അപ്പോൾ എന്തായാലും റെഡി ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ. നമ്മൾ ഈ ഡ്രസ്സ് കഹാനിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ്. പിന്നെന്താണ്, പോയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരുപാട് പരാതികളും കേൾക്കാം, പരിഭവങ്ങളും കേൾക്കാം. കാരണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വിടുന്നത്. നമ്മൾ തൽക്കാലം ഒന്നും മേടിക്കാനൊന്നും പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒരു ദിവസം എന്തെങ്കിലും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദിവസം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വേണം. ഇപ്പം ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും പുറത്തിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ശീലമായിപ്പോവും. അങ്ങനെ ഓട്ടോന്ന് പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണ് നേരെ കഹാനിയിലോട്ട് പോയത് കേട്ടോ. സിസ്റ്ററും കഹാനി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി, അവളും കണ്ടു. കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അവർ മടക്കും എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഈ വെഡ്ഡിങ്ങിൻ്റെ സെക്ഷൻ്റെ അങ്ങോട്ടൊക്കെ അവളിനെ കൊണ്ടുപോയി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്. നമ്മൾ താഴെ നേരെ ഐസ് പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഓരോ ഐസും മേടിച്ചിട്ട് കഴിച്ചു. നല്ല ചൂടല്ലേ, ഇപ്പം ഐസ് അത്രയും കഴിക്കാൻ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ മാംഗോ ഫ്ലേവറാണ് എടുത്തത്. ഐസും കഴിച്ച് അവിടെ ബില്ലും കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ നേരെ മൈജിയിലോട്ട് പോവുകയാണ്. ഓട്ടോയിലാണ് പോയത്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ മൈജിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നല്ല തിരക്കൊക്കെ ഉണ്ട്. നല്ല വെയിലാണ് കേട്ടോ അതിലും ഉപരി. കാരണം പുറത്ത് ഇറങ്ങി അങ്ങനെ ശീലമില്ലല്ലോ. ഭയങ്കര കഷ്ടമാണ് ബസ്സിലൊക്കെ പോകാൻ. ഞാൻ ഫസ്റ്റ് ഡേ ബസ്സിൽ പോയതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാട്ടെ വേറെ വ്ളോഗിൽ. ശരിക്കും പേടിച്ച് വിറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയി മൈജിയിൽ അവിടെ ഇറങ്ങിയിട്ട് പുറത്ത് നിന്ന് നമ്മൾ കുറച്ചിരുന്ന് പ്ലാൻ ചെയ്തു കേട്ടോ. എന്താണ് നമ്മൾ മേടിക്കാൻ പോണത്, എന്തിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോണേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ഫോൺ എടുത്തു, വിവോൻ്റെ. എൻ്റെ OnePlus ഏകദേശം അതിൻ്റെ തീരുമാനം ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ലൈന് വീണു. അപ്പം നമ്മൾ നോർമൽ യൂസിന് വേണ്ടിയിട്ടാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. വീഡിയോ എടുക്കാൻ പിന്നെ എൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട്. പലരും ചോദിക്കാറുണ്ട് എന്തിലാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ. എൻ്റെ കയ്യിൽ iPhone 14 Pro Max ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ അവർ ഫോണൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ നമ്മുടെ മറ്റ് ഫോണിൻ്റെയൊക്കെ അത്രയൊന്നും വരില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. വിവോൻ്റെ ഫോൺ എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. ഈ എന്താ പറയുക, ഐഫോണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സാംസങ്ങിനെക്കാട്ടിലും ഇഷ്ടമുള്ള ഫോൺ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ വിവോ തന്നെയാണ് കേട്ടോ ഞാൻ പറയുക. വിവോൻ്റെ ഒരു ഫ്ലിപ്പ് ആയിട്ടുള്ളൊരു ഫോൺ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് 1.5 ലക്ഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വില. അപ്പോൾ അവരത് നിർത്തിയിത്ര, അത് മൂവ് ആവുന്നില്ല പറഞ്ഞിട്ട്. മൂവ് ആവില്ലല്ലോ, വിവോ അല്ലേ, വിവോക്ക് 1.5 ലക്ഷം കൊടുത്തിട്ട് എടുക്കണോ എന്ന് പലരും ഒന്ന് ചിന്തിക്കൂല്ലേ. പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഫോണാണ് കേട്ടോ. ഞാൻ മോനിക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ പോയ സമയത്താണ് ഞാനത് കണ്ടത്. അപ്പം നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ ഫോണുകൾ നോക്കി, സിസ്റ്ററിനൊക്കെ നോക്കി. പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഇനി പിന്നെ വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വിശപ്പായപ്പോൾ നേരെ വന്ന് നമ്മൾ അച്ചായൻസിൽ കയറിയിട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസും അതുപോലെ ബിരിയാണി ഓർഡർ ചെയ്തു. ബിരിയാണിക്കാണ് അവർ വാഴയില കൊണ്ടുവന്ന് തന്നത്. പക്ഷെ ഞാൻ ഫ്രൈഡ് റൈസാണ് വാഴയിൽ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വിളമ്പി എടുത്ത്. പിന്നെ ചിക്കൻ മഞ്ചൂരി ഉണ്ടായിരുന്നു. പിന്നെ സാലഡ് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റാണ്. എനിക്ക് അച്ചായൻസിലെ ഫുഡ് നല്ല ഇഷ്ടമായി. ഈ അച്ചായൻസ് ഉണ്ട് എന്ന് തന്നെ അറിഞ്ഞത് ഞാൻ ഇപ്പം അടുത്താണ് കേട്ടോ. അതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ അങ്ങനെ മണ്ണാർക്കാട് ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് അന്ന് മീറ്റപ്പിന് പോയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം അവിടെ ഉള്ളത് തന്നെ എനിക്കറിയുന്നത്. പിന്നെ ഇന്നലെ അല്ല, ഞങ്ങൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ദിവസം
ഔട്ടിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെ 2 അച്ചൈൻസ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇതിൽക്കാണ് പോയത്, വലിയ അച്ചൈൻസിലോട്ടല്ല കേട്ടോ പോയത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് അവിടുന്ന് ഇറങ്ങി ഒരുപാട് പേര് നമ്മളെ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. മണ്ണാർക്കാട് കുറേ പേര് വന്ന് സംസാരിച്ചു. പിന്നെ നേരെ സ്റ്റുഡിയോയിൽ പോയത് കുട്ടികൾക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് പൈജാമയും ടീഷർട്ടൊക്കെ എടുക്കാനാണ്, ട്രൗസറും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുതരാൻ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു കൈ കൊണ്ടൊക്കെ എടുത്തുകൊണ്ട് വീഡിയോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇടയ്ക്ക് അവൾ എടുത്തു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബില്ലെല്ലാം ഒന്ന് കൊടുത്ത ശേഷം അവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ ബസ്സിൽ വീട്ടിലോട്ട് പോകണം കേട്ടോ. നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. കുറേ പേര് ഈ സമയത്ത് വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ നോക്കും. അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇത് യൂട്യൂബർ അല്ലേ, ജിനി അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്ന് ഒരുപാട് പേര് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നുണ്ട്. എന്ത് കൊണ്ടുവന്ന് ജിനിമ എനിക്ക് മേക്കപ്പ് സെറ്റ് കൊണ്ടുവന്നോ എന്നൊക്കെ ചോദിച്ചിട്ട്. പിറ്റേ ദിവസം നമുക്ക് രാവിലെ വേറെ ഒരു സ്ഥലത്തോട്ട് പോകണം ആയിരുന്നു. സിസ്റ്ററിന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സും ഔട്ട്ഫിറ്റും ഒക്കെ ഇഷ്ടപ്പെട്ടവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒരു വീഡിയോയിൽ. അങ്ങനെ നെക്സ്റ്റ് ഡേ പോകുമ്പോഴേ മേക്കപ്പ് സെറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. പക്ഷെ കരച്ചിലൊന്നുമില്ല കേട്ടോ, ഭയങ്കര പാവാണ് അവൾ. എന്തെങ്കിലും നമ്മൾ വല്ല കോൽമിഠായിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ മതി ആളെ ഹാപ്പി ആവാൻ കേട്ടോ. സാധാരണ ഉമ്മമാർ പുറത്തു പോകുമ്പോൾ കരച്ചിലും വീഴ്ചയിലൊക്കെ ഉണ്ടാവില്ലേ, ഇത് അങ്ങനെയൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മൾ ഓട്ടോയിൽ കയറി നേരെ അലനല്ലൂരിൽ നിന്ന് ബസ്സും കയറി. പിന്നെ നമ്മൾ ഗ്ലോബൽ ഐ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അവിടുന്ന് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ മേലാറ്റൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ സന്തോഷ് ബേക്കറിയിലൊക്കെ കയറി അവൽ മിൽക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സ്നാക്കൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു റെസിപ്പിയും കൂടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. ബട്ടറും അതുപോലെ എണ്ണ ഒഴിച്ച് കുറച്ച് ഗാർലിക്കും ചിക്കൻ ഇതുപോലെ മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തന്തൂരി മസാല അതുപോലെ കുരുമുളക് പൊടി ചില്ലി ഫ്ലെക്സ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ അങ്ങ് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സ്മോക്കി ആക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നായ ശേഷം നമുക്ക് ആ ഒരു ഇത് അതിന് റിമൂവ് ആക്കി എടുക്കുന്നുണ്ട്. വെജിറ്റബിളായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലെ വലിയുള്ളിയും കൂടെ ചോപ്പ് ചെയ്തതും മല്ലിയില ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് വേവിക്കുന്നത് വരെ നമുക്ക് അടച്ച് വെക്കണം കേട്ടോ ഈ ഒരു മസാല. അതിനുശേഷം ഞാൻ ഇതിലോട്ട് മയോണൈസും തന്തൂരി മയോണൈസും പിന്നെ ചീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രീമി ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. നമുക്കിത് എന്ത് ഇതിലേക്കും ഫില്ല് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ എന്തായാലും സാൻഡ്വിച്ചിലേക്കാണ് ഇത് ഫില്ലാക്കി എടുക്കുന്നത്, സാൻഡ്വിച്ച് പോലെയാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രീമി ആയിട്ടുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വെജിറ്റബിളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക. അല്ല ബ്രെഡിൽ നമുക്ക് എന്തെങ്കിലും സ്പ്രെഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി കുറച്ച് നമ്മുടെ വീടിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എന്താണ് അസ്സലാമു അലൈക്കും എന്നോ? നിന്റെ വീഡിയോ നീ സുന്ദരിയായിട്ട് Ranganna.
ഞാനൊന്ന് ഇറങ്ങട്ടെ. നീ എന്തിനാ ഇറങ്ങണേ? चॉकलेट डाल दिए हैं आप. ആ കുഴിക്ക് വീഴ്ത്തിട്ടുണ്ട് കേട്ടോ. Hey!